വിദേശ രാജ്യങ്ങൾ മലയാളികൾക്ക് ഇപ്പോൾ വലിയൊരു ദൂരമല്ല. അതുപോലെ തന്നെ വിദേശ പഠനം എന്ന് പറയുന്നത് മലയാളി വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമായ ഒരു സ്വപ്നവുമല്ല. പക്ഷേ ഒരുപാട് സ്ഥാപനങ്ങൾ റിക്രൂട്ടേഴ്സ് ഉള്ള ഈ കാലത്ത് ആരിലൂടെ ഏത് സ്ഥാപനത്തിലൂടെ വിദേശത്തേക്ക് പോകണം, പഠിക്കണം, അവിടെ ഒരു ലൈഫ് സെറ്റിൽ ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം സംശയങ്ങൾക്ക് ആശയക്കുഴപ്പത്തിനൊക്കെ ഒരു മറുപടിയുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആബെ സർവീസസ്, ഓസ്ട്രേലിയയിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിശ്വസനീയമായ സ്ഥാപനം. ആബെ സർവീസസിൻ്റെ ഡയറക്ടറും ഒപ്പം ഓപ്പറേഷൻസ് മാനേജറും രണ്ടുപേരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു. ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു. മേ ബി ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ വിദേശത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ട് ഓസ്ട്രേലിയ? നിങ്ങൾ ഓസ്ട്രേലിയ മാത്രം, എക്സ്ക്ലൂസീവ്ലി ഓസ്ട്രേലിയക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏജൻസി, അത് തന്നെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ്. രണ്ട്, എന്തുകൊണ്ട് ആബെ സർവീസസ്? നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് നമ്മൾ ഓസ്ട്രേലിയ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊഴിൽ, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് കോഴ്സ് എടുക്കുന്നോ അതിനൊരു കരിയർ ഔട്ട്കം ഉണ്ടാവും. മറ്റ് കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോഴ്സ്, ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആയിരിക്കില്ല അവർ ജോലി ചെയ്യുന്നത്. എവിടെയെങ്കിലും കിട്ടുന്നിടത്ത് ജോലിക്ക് കയറുക, പിന്നെ സെറ്റിലാകുക, അതായിരിക്കും ആൾക്കാർക്ക്. നമ്മുടെ പ്രോഗ്രാംസിൻ്റെ എല്ലാ അഡ്വാൻറ്റേജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതങ്ങനെയാണ് പ്രോഗ്രാം കരിക്കുലം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഫ്യൂച്ചറിലെ തൊഴിലവസരങ്ങൾ വെച്ചിട്ടാണ് അവർ ഇപ്പോൾ ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് മിനിമം ഇത്ര തൊഴിലവസരം ഓരോ മേഖലയിൽ. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഇന്ന, ഇലക്ട്രിക്കൽ, അങ്ങനെ ഓരോന്നിനും ഇത്ര തൊഴിലവസരം ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് വെച്ചിട്ടാണ് അവർ ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കോഴ്സ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഓസ്ട്രേലിയക്ക്. അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ 18 വർഷമായിട്ട് ഈ ഒരു കൺട്രി തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഈ 18 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലയളവല്ല. അതും ഓസ്ട്രേലിയ മാത്രം. അങ്ങനെ അത്രത്തോളം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മലയാളികൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ അവർ ലൈഫ് സെറ്റിൽ ചെയ്യാന്ന് കൂടിയാണല്ലോ, പഠിച്ചു പോരുക എന്നുള്ളതിനെ? അല്ല, വളരെ റെയറായിട്ടാണ് തിരിച്ചു പോരുന്ന സ്റ്റുഡൻസ്. ഇവിടെ നല്ല ബിസിനസ്സൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തിരിച്ചു പോരാം. ബാക്കി എല്ലാവരും അവിടെ സെറ്റിലാവുക ചെയ്യുന്നത്. പിന്നെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് പഠിച്ച് പാസ്സാവണം, എന്നാലേ സെറ്റിൽമെൻറ്റ് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് പറയുമ്പോഴാണ് ഈ എല്ലാവർക്കും വിദേശത്ത് പോയി പഠിക്കണമെന്നൊക്കെയുള്ള വലിയ ആഗ്രഹമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ലോകം സ്വപ്നം കാണുന്നവരായിരിക്കും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള ഒരാൾക്കൊക്കെ അങ്ങനെ ഓസ്ട്രേലിയ ഒരു സ്വപ്നം കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് പോലെയുള്ള സാധ്യതകൾ വരുമ്പോൾ, വലിയ പണച്ചെലവ് വരുമ്പോൾ അവിടെ സ്കോളർഷിപ്പിൻ്റെ ഒരു ബാക്കിംഗ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആ സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു സ്കോളർഷിപ്പ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്? നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ആണ്. ഇപ്പം ബാച്ചലർ ഡിഗ്രിക്കൊക്കെ പോകുന്ന സ്റ്റുഡൻസിന് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഈ 60% വെച്ച് നമുക്ക് സ്കോളർഷിപ്പ് തരത്തില്ല. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു 80-90% മാർക്ക് കാണും പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക്. അത്രയും കുറഞ്ഞ സ്കോറുള്ള അല്ല പെർസെൻറ്റേജ് മാർക്കുള്ള സ്റ്റുഡൻസ് വളരെ കുറവാണ്. സാധാരണ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു 80% മാർക്കുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ 30% അല്ലെങ്കിൽ 40% ഒക്കെ 90 എബവ് ആണെങ്കിൽ 40% വരെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു ബാരിക്കേഡ് ആയിരിക്കത്തില്ല അവരുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് വരുമ്പോഴത്തേക്കും. പിന്നെ എല്ലാ സ്റ്റുഡൻസും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നുണ്ട്. അതിനൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. പ്രോപ്പർട്ടി കൊളാട്രൽ കൊടുക്കേണ്ടി വരും, പക്ഷേ എന്നിരുന്നാലും അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി, ജസ്റ്റ് തൊഴിലിലോട്ടൊക്കെ കയറി കഴിഞ്ഞ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലെയും ഈ പാർട്ട് ടൈം വർക്കിങ്ങിനൊക്കെ കുറച്ച് സമയം ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, കാനഡ, UK പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ ഒരു അട്രാക്ഷൻ അതുകൂടിയായിരുന്നു, പാർട്ട് ടൈം ജോബ് ചെയ്യാം, അതെ, അതിനൊപ്പം തന്നെ പഠിക്കാം, ഒരു ഏണിംഗ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ സാഹചര്യം? ഓസ്ട്രേലിയയിൽ നേരത്തെ 20 hours ആയിരുന്നു പെർ വീക്കെങ്കിൽ. ഇപ്പം മുന്നോട്ട് പോയപ്പോഴത്തേക്കും 24 hours ആക്കി. അതായത് ഫോർട്ട്നൈറ്റ് 48 hours ആക്കി പാർട്ട് ടൈം ജോബ് റൈറ്റ്സ്. അത് മാത്രമല്ല, പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിന് മിനിമം വേജസ് ആക്ട് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. അത് മസ്റ്റായിട്ട് ഒരു എംപ്ലോയർ കൊടുത്തിരിക്കുന്ന $24.95 ഒരു തൊഴിൽ ആരെന്ത് ജോലിക്ക് പോയാലും. പിന്നെ അതുകൂടാതെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ കാര്യം, ക്ലാസ് ഇല്ലാത്ത സമയത്ത് വേറൊരു കൺട്രിക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ഓഫറാണ്. ക്ലാസ് ഇല്ലാത്ത സമയത്ത്, അതായത് സെമസ്റ്റർ ബ്രേക്കിലെ കാര്യം ഞാൻ പറയുന്നത്, ആ സമയത്ത് ഫുൾ ടൈം വർക്ക് റൈറ്റാണ്. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ്. അതുകൊണ്ട് തന്നെ അവരുടെ ലിവിങ് കോസ്റ്റ് അവർക്ക് 100%, അറ്റ്ലീസ്റ്റ് 1 സെമസ്റ്ററിൽ അവർക്ക് അവിടെ നിന്ന് ഏൺ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് മീൻസ് വീക്കെൻഡ്സിലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ് ഒക്കെ ഉള്ളപ്പോൾ, ഉദാഹരണമായിട്ട് ഈസ്റ്റർ, ക്രിസ്മസ് ഇതുപോലൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഡബിൾ പേയും ട്രിപ്പിൾ പേയും
അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓഫർ ചെയ്യുന്നുണ്ട്. അത് നൈറ്റിൽ പോയാലും അങ്ങനെ തന്നെ കേട്ടോ, നൈറ്റ് ഡബിൾ പേ ആണ് വരുന്നത് നൈറ്റിൽ. അപ്പോൾ ഈ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലെ മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടൊക്കെ പോകുന്ന കുട്ടികളായിരിക്കുമല്ലോ പ്രധാനമായിട്ട് വരിക. അതിനപ്പുറത്തേക്ക് മറ്റ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ അങ്ങനെ എന്തൊക്കെയാണ് പാസ്സാക്കേണ്ടത്? അത് വരുന്നതെന്ന് പറഞ്ഞാൽ PT അല്ലെങ്കിൽ IELTS ആണ് ഇതിന് വേണ്ടത്. ഈ സ്കോറ് ഇപ്പം ഞങ്ങൾ അതിനകത്ത് നമുക്ക് നമ്മുടെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലും ട്രെയിനിങ് കൊടുക്കും. നമുക്ക് 3 ഓഫീസാണുള്ളത്, കോട്ടയം, തൃശ്ശൂർ, ഹെഡ് ഓഫീസ് എറണാകുളം. 3 നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. IELTS അല്ലെങ്കിൽ PT ചെയ്യുന്നത്, പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് PT പറയുന്നത്. അതിന് IELTS ആണെങ്കിൽ 6.5 വേണം സ്റ്റുഡൻസിന്, PT ആണെങ്കിൽ 58 ഓവറോൾ വേണം. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഈ പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും വിദേശത്ത് പോയി വന്ന ചില മോശം യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അത്രത്തോളം ഒരു എക്യുപ്ഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു, പിന്നീട് ജോലി കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ആ കാര്യത്തിലൊരു ഉറപ്പുണ്ടോ? യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച ഒരു തീർച്ചയായിട്ടും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി. കുറച്ച് യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. എന്നിരുന്നാൽ പോലും അതും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് മോണിറ്റർ ചെയ്താണ് പോകുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു കാരണവശാലും പൂട്ടിപ്പോകുന്ന പ്രശ്നമോ തൊഴിൽ കിട്ടാതിരിക്കുന്ന പ്രശ്നമോ ഇല്ല. അതുമാത്രമല്ല, ഓരോ പ്രോഗ്രാമും, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി IT പ്രോഗ്രാമാണ് സ്റ്റുഡൻസ് ചെയ്യുന്നതെങ്കിൽ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി, എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ, ഇതിൻ്റെ എല്ലാം അക്രഡിറ്റഡ് പ്രോഗ്രാംസ് ആണ്. അപ്പം സ്റ്റുഡൻസിന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊഴിൽ കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് പറഞ്ഞപ്പോഴാണ് ഇവിടുന്ന് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ കൂടുതലായും ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ തൊഴിലവസരമുള്ള കോഴ്സും ഏരിയ ഏതൊക്കെയാണ്? ഇപ്പോൾ STEM ആണ് മെയിനായിട്ട് ഓസ്ട്രേലിയ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ തൊഴിലവസരം കിടക്കുന്നത് STEMമിലും ഹെൽത്തിലും എഡ്യൂക്കേഷനിലുമാണ്, ടീച്ചിങ്. ഈ മൂന്ന് മേഖലയാണ്. STEM വരുമ്പോഴത്തേക്ക് നമുക്ക് എൻജിനീയേഴ്സ്, IT, മാത്സ്, സയൻസ്, അതായത് അഗ്രികൾച്ചറാണ് അവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സയൻസിന് ഭയങ്കര വിലയുണ്ട്. പിന്നെ വരുന്നത് IT-യും എഞ്ചിനീയറിങ്ങുമാണ് പിന്നെ വരുന്നത്. അതുപോലെ തന്നെയാണ് ടീച്ചിങ്ങും ഹെൽത്ത് മേഖല. മലയാളികൾ കൂടുതലും ഹെൽത്ത് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി, ഇതിലൊക്കെ അനന്തമായിട്ടുള്ള സാധ്യതകൾ ഓസ്ട്രേലിയയിൽ ഉണ്ട്. ഈ പ്രോസസ്സ്, നമ്മുടെ അഡ്മിഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പല സ്റ്റെപ്സ് ആൻഡ് ലെയേഴ്സ് ഉണ്ട്. ഇത് ഫ്രം ഇനീഷ്യൽ ഒരാൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ മുതൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ച് പിന്നെ ഒരു ജോലിയിലേക്ക് എത്തുക, ഇത്രയുമാണ് അവിടെ സെറ്റിൽ ആവുന്നത് വരെ, അല്ലെങ്കിൽ അവിടെ ഓസ്ട്രേലിയയിലെ ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് ട്രാക്കിലാവുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം +2 കഴിയാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ പേരൻസ് വരെ ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആണ്. ഇപ്പം തന്നെ നമുക്ക് കോൾ വരുന്നത് അടുത്ത വർഷം പോകേണ്ട കൊച്ചാണ്, അവരിപ്പം തന്നെ കോഴ്സ് ഡിസൈഡ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമുക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള റൂട്ട്, ഇപ്പം 10th കഴിഞ്ഞ പിള്ളേർ എന്ത് +2 ഞങ്ങൾ പഠിക്കണം, ഏത് സബ്ജക്റ്റാണ് ഞങ്ങൾ എടുക്കേണ്ടതെന്ന് വിളിച്ച് ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം പഴയ കാലം പോലെയല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പേരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ പ്രീ പ്ലാൻഡ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വേറൊരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ 18 വർഷമായിട്ട് നമുക്ക് വരുന്ന ഒരു നല്ല ശതമാനം ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 85% ഓഫ് ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ പറയുന്ന 18 വർഷം ആയിട്ട് നമ്മൾ അയച്ച സ്റ്റുഡൻസ് അവർ വെൽ സെറ്റിൽഡ് ആണ്, അവർ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന റെഫറൻസ് നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ആബെ സർവീസസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. എന്താണ് ഈ ആബെ? അതൊരു ബിബ്ലിക്കൽ നെയിമാണ്, ഫാദർ. അപ്പോൾ അത്ര ഒരു പാരന്റൽ കെയർ നിങ്ങൾ തീർച്ചയായിട്ടും. അതായത് അവർ പഠിക്കാൻ പോകുന്ന ഇപ്പം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നിടം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ഇപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹോം സിക്നസ് ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും. +2 ഒക്കെ കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസിന് ഇഷ്ടംപോലെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നു. അങ്ങനെ വരുന്നവർക്ക് നമുക്ക് മെൻറ്റർമാരുണ്ട്. നമുക്ക് തന്നെ അവരൊരു ജസ്റ്റ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, മെൻറ്റർമാരെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവരുടെ ഫാക്കൽറ്റി തന്നെ സപ്പോർട്ട് കൊടുക്കും. എല്ലാ ലെവലിലും, അതായത് പഠിച്ചിറങ്ങുന്നിടം വരെ നമുക്ക് ഉറപ്പായിട്ടും ഓരോ സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കൂടുതലായും കുട്ടികൾ പോകുന്ന സ്ഥലം UK, കാനഡ, അതിന് യൂറോപ്യൻ കൺട്രീസിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇത്ര ഞാൻ പ്രത്യേകിച്ച് ഈ 18 വർഷം ഓസ്ട്രേലിയ മാത്രം, വേറൊരു രാജ്യത്തെ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കത് ക്യൂരിയോസിറ്റി. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ മലയാളികൾക്ക് ഒരു ഓപ്ഷനാണ് എന്ന് നിങ്ങൾ പറയുന്നത്?
അതായത് ലിവിങ് കോസ്റ്റ് വൈസ് നോക്കിയാലും ക്ലൈമറ്റ് വൈസ് നോക്കിയാലും ഓസ്ട്രേലിയയാണ് ഏറ്റവും ആപ്റ്റ്. നമ്മുടെ കേരളത്തിന് സിമിലർ ആയിട്ടുള്ള ഏകദേശം ക്ലൈമറ്റാണ്. ഇപ്പം അഡലേഡി പോയാലും പെർത്തി പോയാലും ബ്രിസ്ബെയിൻ സൗത്ത് ഗോൾഡ് കോസ്റ്റിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇപ്പം ഏത്തവാഴയോ എന്ത് സാധനം, പ്ലാവ്, മാവ്, തെങ്ങ്, എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ക്ലൈമറ്റും ഏകദേശം അത് തന്നെയാണ്. വലിയ വ്യത്യാസം വരുന്നില്ല. നമ്മുടെ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ചൂട് തന്നെയാണ് അവിടെയും ഏകദേശം വരുന്നത്. പിന്നെ അത് കോഴ്സ്, പിന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഇതൊരു കാര്യമാണ്. അത് കൂടാതെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിൽ കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. എന്നും പറഞ്ഞ് ഒത്തിരി സ്റ്റുഡൻസിനെ നമുക്ക് വിടാനൊന്നും പറ്റത്തില്ല. ഓരോ യൂണിവേഴ്സിറ്റിയും കട്ട് ഓഫ് ഉണ്ട്. ഈ റീജിയണിൽ നിന്ന് ഇത്ര സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് ബാരിക്കേഡ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ തൊഴിൽ, ഇന്ന കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും തൊഴിലേ ഉള്ളൂ, ഇത്രയും തൊഴിലാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. അപ്പം കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ളൊരു കൺട്രിയാണ് ഉറപ്പായിട്ടും മലയാളികൾക്ക്. ഓഫ് കോഴ്സ് നമ്മുടെ ഓൺലൈൻ ഡിജിറ്റൽ സാങ്കേതിക മേഖല വളർന്നപ്പോൾ ഒരുപാട് പേര് വ്ളോഗേഴ്സായും അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പഠിക്കാൻ പോയവരായും ഒക്കെ റിക്രൂട്ടേഴ്സായിട്ടൊക്കെ മാറുന്നുണ്ടാവും. അതെ. അപ്പോൾ ഇതിൽ എത്ര പേരെ വിശ്വസിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് അവിടെ കൃത്യമായിട്ടൊരു അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷനിൽ മാത്രം 3 ലെയർ പ്രോസസ്സ് ഉണ്ട്. പിന്നെ വിസയിലേക്ക് പോകുമ്പോൾ വിസ ഞാൻ തന്നെ വെക്കുന്നത്. വിസയിലേക്ക് പോകുമ്പോൾ 5 ലെയർ കഴിഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ പിന്നെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് വിസ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 100% സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വിസ സക്സസ് റേറ്റ് 100% ആണ്. ആർക്കും അത് കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത്രയും പ്രോസസ്സിലൂടെ പോകുന്നുണ്ട്. ഓരോ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ മുതൽ ആ യൂണിവേഴ്സിറ്റിക്ക് അവർ ആപ്റ്റാണ്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ ആ കൊച്ചിന് പോകാൻ പറ്റും, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യലെല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും, വിസ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോഴും ഒരു യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ വെക്കത്തുള്ളൂ. ആ കൊച്ചിന് എന്താണോ വേണ്ടത്, ആ പർട്ടിക്കുലർ ഏരിയ, യൂണിവേഴ്സിറ്റി, കോഴ്സ്, അതിൻ്റെ സബ്ജക്റ്റ് വൈസ് തന്നെ നോക്കി പഠിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം, അവരുടെ കൺഫർമേഷൻ മെയിൽ മേടിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ആപ്ലിക്കേഷൻ വെക്കുള്ളൂ. അതുപോലെ തന്നെ ചോദിച്ച ചോദ്യത്തിന് ആരെയൊക്കെ വിശ്വസിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആബേ സർവീസസ് മാത്രമല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ ആ ഏജൻസികളെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതിപ്പോൾ ആബേ സർവീസസ് മാത്രമല്ല, നമുക്ക് വേറെ ഏജൻസികളുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിൽ ഓരോ ഏരിയയിൽ നിന്നുള്ള, ഓരോ കൺട്രി വൈസ് ആയിട്ട്, ഓരോ റീജിയനിൽ നിന്നുള്ള അവരുടെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ലിസ്റ്റ് അവർ തന്നെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉള്ള ആരെയും നമുക്ക് അപ്രോച്ച് ചെയ്യാം. അന്നേരം ഇങ്ങനെ പറയുന്ന ഇപ്പം ബ്ലോഗേഴ്സ് അങ്ങനെ പറയുന്നൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ആദ്യം ഒരു സ്റ്റുഡൻറ്റ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്തിന് ആ വെബ്സൈറ്റിൽ ആ ഏജൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ആബേ സർവീസ് അല്ല, ഏത് ഏജൻ്റ് ആണെങ്കിലും വെബ്സൈറ്റിലുണ്ടെങ്കിൽ അതൊരു ജെനുവിൻ ഏജൻറ്റാണ്. അവർക്ക് കറക്റ്റായിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ പഠനം കഴിയുന്നിടം വരെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിലാണ് ഇപ്പോൾ പേരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഇപ്പോൾ വളരെ പ്രീ ഡിഫൈൻഡ് ആണ്. അവർക്ക് എന്ത് കോഴ്സ് വേണം, എങ്ങനെ വേണം, അല്ലെങ്കിൽ അവർ ഇതിനെ പറ്റിയൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ മിസ്കൺസെപ്ഷൻ പലർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ഓഫേഴ്സും, അല്ലെങ്കിൽ ഈ ഇന്ന കോഴ്സ്, ഈ കുട്ടികൾ, മലയാളി കുട്ടികൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കോമൺ ആയി കണ്ടിട്ടുള്ള തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവർക്ക് ഈ ഓൺലൈനിൽ നിന്നൊക്കെ ലഭിക്കുന്ന തെറ്റായ വിവരങ്ങൾ, അത് എന്തൊക്കെയാണ്? കാരണം വെച്ചാൽ ഒരു ബോധവൽക്കരണം കൂടി അതിനകത്ത് മെയിനായിട്ട് ഇവർക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, ചില ഏജൻസികൾ, അതായത് ഡയറക്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാത്ത ഏജൻസികൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗിലൊക്കെ അവർ ഭയങ്കരമായിട്ട് കഥയൊക്കെ പറയും. അപ്പോൾ ആൾക്കാർ അതിൽ വിശ്വസിച്ച് പോകും. അപ്പോൾ എന്നിട്ട് അവരെ അവിടെ കൊണ്ട് ITR ഒക്കെ 3 വർഷത്തെ ഒരുമിച്ച് കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് മാനിപ്പുലേറ്റഡ് ഡോക്യുമെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് എവിടെയാണെങ്കിലും ചുമ്മാ കൊണ്ട് 3 വർഷത്തെ ITR ഒന്നുമില്ലാതെ കണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡിപ്പാർട്ട്മെൻറ്റ് വിസ കൊടുക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ഒരു ആടണുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഇതുപോലുള്ള ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഈ നെറ്റിലും, അല്ലെങ്കിൽ ഇപ്പം ഈ പല മാർക്കറ്റുകൾ ഡൗൺ ആയതുകൊണ്ട്, അതായത് കാനഡ, UK ഒക്കെ ഡൗൺ ആയതുകൊണ്ട് ഇപ്പം കൂടുതൽ ഒരുപാട് ഏജൻസികൾ ഓസ്ട്രേലിയ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാരും തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല. നമ്മളൊരു യൂണിവേഴ്സിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അവർ എന്താണോ പറയുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ, അതിൻ്റെ വിസ പ്രോസസ്സിങ് വരെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതേപോലെ നമുക്ക്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഏജൻസിന് ഒരിക്കലും കുട്ടികളോട്
അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അവർ എവിടുന്നെങ്കിലുമൊക്കെ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ ഒരു B2B ഏജൻറ്റ് പറഞ്ഞു കൊടുക്കുന്നതും വെച്ചിട്ടാണ് അവർ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കുറേയേറെ എന്താ പറയുന്ന ഒരു ഡിലേയും ഉണ്ടാവും കമ്മ്യൂണിക്കേഷനിൽ. അതിനൊരു എക്സാമ്പിളും ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഇങ്ങനെ പെട്ടുപോയിട്ട് ചതിപ്പെട്ടിട്ട് വരുന്നുണ്ട്. പക്ഷെ അന്നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരിങ്ങനെയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നുണ്ട്, ഇവരുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഒക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഫർദർ പ്രോസസ്സ് ഒന്നും നടക്കത്തില്ല. ഓൾറെഡി അഡ്മിഷനൊക്കെ എടുത്ത് മൊത്തം നശിപ്പിച്ച് വെച്ചേക്കാം. അപ്പോൾ അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നത്. അതെപ്പോഴും ഇതാണ് പറയുന്നത്, ഒരു വെബ്സൈറ്റ്, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഏജൻ്റ് ഉണ്ടോ അവിടെ പോയി അപ്രോച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാമെന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ്, അത് എത്രത്തോളം നല്ലൊരു വഴിയാണത്? അല്ല, നമുക്ക് എന്താണേലും ഫിനാൻഷ്യൽ നമ്മുടെ പേരൻസിന് ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റുഡൻറ്റ് പോകുമ്പോഴും പേരൻസിന് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ്സ്, സോഴ്സ് ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ്, അതുമല്ല എങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ. നമ്മുടെ സ്റ്റുഡൻസ് കൂടുതലും എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത്. ഒരു 40-45 ലാക്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കോഴ്സ്, ഡിഗ്രിക്കാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് തീർക്കാൻ പറ്റും. 40-45 ലാക്സ് എടുത്ത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു വർഷം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ ലേഡീസിനൊക്കെ അല്ലെങ്കിൽ ഗേൾസിനൊക്കെ ആണെങ്കിൽ മറ്റേ ഇന്ത്യൻ ബാങ്കിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെയൊക്കെ സ്കീമുകളുണ്ട്. അവർക്ക് 7.5 അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് വരുള്ളൂ. ബാക്കി ബാങ്കുകളൊക്കെ 9 ഒക്കെയാണ് വരുന്നത്, SBI ഒക്കെ 9 അങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് വലിയ ബാരിക്കേഡ് വരികയില്ല. അതിനകത്ത് ഈ 45 ലോൺ പാസ്സാക്കിയെന്ന് പറഞ്ഞ് അതിന് മുഴുവൻ ഇൻട്രസ്റ്റും വരത്തില്ല. അതിനകത്തുനിന്ന് അവൈൽ ചെയ്യുന്ന എമൗണ്ടിന് മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ. അതും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഒഫീഷ്യൽ അല്ലാത്ത ഏജൻസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്തിട്ട് മൊത്തം പാസ്സാക്കി ഇടിപ്പിച്ചിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഒത്തിരി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. അതുപോലെ ഇപ്പം സാറ് പറഞ്ഞു പോയതുകൊണ്ട് ഇപ്പം ഗേൾസിനാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ബാങ്കിലും തന്നെ 0.5% അവർക്ക് എന്താ പറയുന്നത് ഒരു എക്സ്ട്രാ മീൻസ് ഈ പറയുന്ന ഇൻട്രസ്റ്റിൽ അവർക്കൊരു ഇളവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ചുകൂടി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞാണ്, യൂണിവേഴ്സിറ്റികൾക്ക് 1 ഇയർ അക്കോമഡേഷനും ഫ്രീ ഒക്കെ ഉണ്ട്. ഗേൾസ് ആണെങ്കിൽ അക്കോമഡേഷൻ ഫ്രീ. മലയാളി പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതെ, അക്കോമഡേഷൻ അവർ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ ആദ്യത്തെ വർഷം കേട്ടോ, ആദ്യത്തെ വർഷം. അപ്പം ഇനി ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ ഇൻ്റർവ്യൂ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ച് തുടങ്ങുന്ന ഒരാളാണ്, ഇപ്പം ചിന്തിക്കുന്ന ഒരാൾ, അയാളുടെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എപ്പം തൊട്ടാണ് അയാൾ അതിന് വേണ്ടിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ മെയിൻ ഇൻടേക്ക് എന്ന് പറയുന്നത് ഫെബും ജൂലൈയാണ്. ഇപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫെബ്രുവരിയിലേക്കാണ്. ഇപ്പോൾ ഈ വർഷം പാസ് ഔട്ടാകുന്ന BTech അല്ലെങ്കിൽ ഡിഗ്രി കഴിയുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ +2 കഴിയുന്ന സ്റ്റുഡൻസിന് എല്ലാം പ്രോസസ്സ് വരുന്നത് മെയിനായിട്ട് വരുന്നത് ഫെബ്രുവരിയിലേക്കാണ്. അതിനിടയ്ക്ക് സബ് ഇൻടേക്കുകളുണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ അത് ലിമിറ്റഡ് പ്രോഗ്രാംസേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള പ്രോഗ്രാം ഒന്നും കാണില്ല. മാനേജ്മെൻറ്റ് പ്രോഗ്രാം, IT പ്രോഗ്രാം അങ്ങനെയൊക്കെയേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാമും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഫെബ്രുവരിൻ്റെയും ജൂലൈൻ്റെയൊക്കെയാണ് വരുന്നത്. ജൂലൈയുടെ നമ്മുടെ കഴിഞ്ഞു, കാരണം ഇപ്പോഴത്തെ റിസൾട്ട് വരുന്ന ഈ വർഷം പാസ് ഔട്ട് ആകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ജൂലൈ എന്തായാലും പോകാൻ പറ്റത്തില്ല, അടുത്ത ഫെബ്രുവരിയിലേക്കേ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ മെയിൻ ഇൻടേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇവിടെ ഉള്ളതുപോലെ ഈ ഫുൾ തിയറിറ്റിക്കലായിട്ടുള്ള ഒരു പഠനമല്ല ഓസ്ട്രേലിയയിൽ നടക്കുന്നത്. ഓസ്ട്രേലിയയിലത്തെ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു 70% ഒരു പ്രാക്ടിക്കൽ ആണ് അവിടെ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇപ്പം എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുന്ന ഒരു ഗ്രാജുവേറ്റ് എനിക്ക് തോന്നുന്നു ഒരു സെമിസ്റ്ററിൽ ഏതാണ്ട് 10-12 സബ്ജക്ട്സോളൊക്കെയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിലൊക്കെ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നത്. അവിടെ 4 യൂണിറ്റേ വരുള്ളൂ ഒരു സെമസ്റ്ററിൽ. ഓപ്ഷൻസ് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റികൾക്ക് അറ്റ് എ ടൈമിൽ 1 യൂണിറ്റ് പഠിച്ചാൽ മതി. 4 യൂണിറ്റ് 4 സമയത്തായിട്ട് പഠിച്ചു തീർക്കാം. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരികയില്ല, ബേർഡൻ ആയിട്ട് വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും എന്താ പറയുന്നത് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഒരു ഇൻഡസ്ട്രിയിൽ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിച്ച് അവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരാളും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവിടെ ചെന്നിട്ട് അവരുടെ ലൈഫ് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഈ കുട്ടികൾ ഈ പറയുന്ന WLL അല്ലെങ്കിൽ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഓൾറെഡി അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ അവരൊരു ഒരേ പോസ്റ്റിലാണ് ഒരേ കമ്പനിയിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ പോലും അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അതേ ശമ്പളം ആയിരിക്കണമെന്നില്ല നമ്മളിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ചെല്ലുന്ന ഒരാൾക്ക് കിട്ടുക. പഠിക്കാൻ പോയാൽ അവിടെ ഒരു ജോലിയും ലൈഫ് സെറ്റിൽ ചെയ്യാന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ല, പക്ഷേ ചില യൂണിവേഴ്സിറ്റികളൊക്കെ
ഈ കുട്ടികൾ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വർക്ക് ഇൻറ്റഗ്രേറ്റഡ് ലേണിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവർ നമുക്ക് പെയ്ഡാണ്. പെയ്ഡ് ഇന്റേൺഷിപ്പാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പം അത് എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ല, പക്ഷേ ചില യൂണിവേഴ്സിറ്റികൾ ഏതാണ്ട് 10,000 AUD ഒക്കെ വരെ നമുക്ക് ഇന്റേൺഷിപ്പ് തരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 10,000 AUD എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നല്ല എമൗണ്ട്. നല്ല amount ആയി. ഓൾമോസ്റ്റ് ഒരു സെമസ്റ്ററിന്റെ ഫീസിന്റെ അടുത്തരയാവും. നമ്മൾ മുമ്പ് പറഞ്ഞു ഏതൊക്കെ കോഴ്സുകളാണ് മലയാളി കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഡിഗ്രി ആണോ PG ആണോ കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ലൈഫ് സെറ്റിലിംഗ് ആവുന്നത് ഏത് ഗ്രേഡിൽ വരുന്ന സമയത്താണ്? ആക്ച്വലി നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വരുന്നത്. അതേസമയം ഇന്ത്യ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഓസ്ട്രേലിയ പഠിക്കാൻ പോകുന്ന മാസ്റ്റേഴ്സിനാണ്. എന്നുവെച്ചാൽ ഓൾറെഡി ഡിഗ്രി ഉണ്ട്, അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിയുമ്പം 2 വർഷമേ ഉള്ളൂ ഡ്യൂറേഷന്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം അക്രഡിറ്റഡ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അക്രഡിറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ജോലി കയറാൻ 2 വർഷം കൊണ്ട് തന്നെ. ഇപ്പം BTech കഴിയുന്നവർക്കോ അല്ലെങ്കിൽ IT കഴിയുന്നവർക്കൊക്കെ BCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിയുന്നവർക്കൊക്കെ മാസ്റ്റേഴ്സിലേക്ക്. കാരണം ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത് തന്നെ ഇത് ഈ പറയുന്ന, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ EY പോലുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ IBM പോലുള്ള കമ്പനികളിൽ ഇവരുടെ അതാത് മേഖലയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലോക്കൽ ഒരു ചെറിയൊരു കമ്പനിയിലൊന്നും അല്ല കൊടുക്കുന്നത്, ഇൻ്റർനാഷണൽ കമ്പനികളിൽ തന്നെയാണ് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സ്റ്റേ ബാക്ക് ആണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു വലിയ കൺസേൺ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലും അത് സംബന്ധിച്ച് കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നു, പ്രത്യേകിച്ച് UK-യും കാനഡയിലും ഒക്കെ. ഇപ്പോൾ ഒരു മാർക്കറ്റ് നമ്മൾ പറയുന്നുണ്ട്, മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും അതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആവും. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റേ ബാക്കിൻ്റെ സാധ്യതകൾ? വേൾഡിൽ ഒരിടത്തും കിട്ടിയാത്ത സ്റ്റേ ബാക്കാണ് ഓസ്ട്രേലിയക്ക് ഉള്ളത്. അതായത് റീജിയണൽ ഏരിയയിലാണ് പഠിക്കുന്നതെങ്കിൽ 5 years മാസ്റ്റേഴ്സ് കഴിയുന്ന സ്റ്റുഡൻസിന് സ്റ്റേ ബാക്ക് ഉണ്ട്. 2+5 അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിൽ കിട്ടുന്നു അല്ലെങ്കിൽ വൺസ് സെറ്റിൽ ആവുന്ന വരെയുള്ള സമയമാണത്. അതേസമയം റീജിയണൽ സിറ്റികളിലാണ് 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് ഇതിനെ. റീജിയണൽ സിറ്റികളിലാണെങ്കിൽ 4 years, സിറ്റികളിലാണെങ്കിൽ, സിറ്റികളെന്ന് പറഞ്ഞാൽ മെൽബൺ, സിഡ്നിയും ബ്രിസ്ബെയിനും 3 മെയിൻ സിറ്റികളാണുള്ളത്. അവിടെയാണെങ്കിൽ 3 years ആണ് സ്റ്റേ ബാക്ക് ഉള്ളത്. പിന്നെ ബാച്ചലർ ഡിഗ്രിക്ക് പോകുന്നവർക്ക് ഇതുപോലെ തന്നെ 4 years, 3 years, 2 years അങ്ങനെ വരുന്നത്. അത്രയും സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം വേറൊരു കൺട്രിയിലും ഇല്ല. എല്ലാവരും സ്റ്റേ ബാക്ക് ഡ്യൂറേഷൻ കുറച്ചപ്പം ഓസ്ട്രേലിയ പിന്നെയും കഴിഞ്ഞ കൊല്ലം കൂട്ടുപോയത്. സ്റ്റേ ബാക്ക് കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം പിന്നെയും കൂട്ടി. അതാണ് 5 years പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആബെ സർവീസസ് ഓഫർ ചെയ്യുന്നത് ശരിക്കും അഡ്മിഷൻ മുതൽ ഒരു ലൈഫ് സെറ്റിലിംഗ് ആവുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു അപ്രോച്ച് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാൾ അഡ്മിഷൻ മുതൽ അയാൾക്കൊരു ജോലി കിട്ടി അവിടെ സെറ്റിൽ ചെയ്യുന്നവരെ നിങ്ങളുടെ ഒരു കൺസൾട്ടേഷനും ഒരു സപ്പോർട്ടും വേണേലും വിളിക്കാം. അത് സ്റ്റേ ബാക്ക് വിസയ്ക്കുള്ള ആവശ്യത്തിന് വിളിക്കാം. അതും ഞങ്ങൾ ഇവിടുന്ന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. PSW എന്ന് പറയും, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, അതിനുള്ള വിസ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് PR-ലേക്ക് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഇവരുടെ വിസ വെച്ച കാര്യങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവർക്ക് വേണം. അതെല്ലാം ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ആ സമയത്ത് അവർക്ക് വിസ പുതുക്കാനോ അല്ലെ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അതെല്ലാം ഉണ്ട്, എവിഡൻസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഓസ്ട്രേലിയയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ലിവബിൾ ആയിട്ടുള്ള കൺട്രിയാണ്. അതുപോലെ ഒരു പീസ്ഫുൾ കൺട്രിയാണ്. അതുപോലെ തന്നെ അവിടെ 2032 ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്നത് ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിലാണ്, ഗോൾഡ് കോസ്റ്റിലാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 4-5 വർഷം മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം പോകാനായിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നു കിടക്കുകയാണ്. ഓസ്ട്രേലിയ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടി നമ്മുടെ നാടുമായിട്ട് അടുത്തിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ ഒരു ജീവിത സാഹചര്യങ്ങളും കമ്പാരിറ്റീവ്ലി ചിലവ് കുറവാണെന്നും നിങ്ങൾ പറയുന്നു. എന്താണ് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ? അതായത് മോസ്റ്റ് ലിവബിൾ സിറ്റി എന്ന് പറയുന്നത് ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയയിലെ മെയിൻ 3 സിറ്റികളാണ്. ഒന്ന് സിഡ്നി, മെൽബൺ, അഡലൈഡ്. അത് തന്നെ അതിന് വലിയൊരു എക്സാമ്പിളാണ്. ഏറ്റവും നല്ല നമുക്ക് സ്റ്റുഡൻസ് പോയാൽ അഡാപ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ജീവിതം സേഫ് ആയിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത്. അപ്പോൾ വിദേശത്ത് പഠിക്കുക, അവിടെ ഒരു ജോലി നേടുക, ലൈഫ് അവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയ ഒരു ഓപ്ഷനാണ് ഓസ്ട്രേലിയ. അപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള 2026 അടുത്ത വർഷത്തെ പ്രോസസ്സ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏറ്റവും റൈറ്റ് ടൈം. ഉറപ്പായും നിങ്ങൾ വിശ്വാസയോഗ്യമായ ആബെ സർവീസസ് പോലെയുള്ള സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുക. വിദേശത്തെ പഠനം, ജോലി, ജീവിതം മനോഹരമാക്കുക.